ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ദീപകം ടെക്സ്റ്റാണ് ഇന്ന് എടുക്കുന്നത്. അതിൽ ദ്വിതീയ പാഠ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അത് സുഭാഷിതങ്ങളെ കുറിച്ചിട്ടാണ്. സുഭാഷിതാനി കിം ബോധയന്തി. സുഭാഷിതങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കി തരുന്നത്? അസ്മാഭിഹി കിം കർത്തവ്യം കിം ന കർത്തവ്യം ഇതി ബോധയന്തി അല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ സുഭാഷിതമാണ്. രണ്ടാമത്തെ സുഭാഷിതം എന്താണ്? ടെക്സ്റ്റ് എടുത്തോളൂ. പേജ് നമ്പർ 17 വായിക്കാൻ പോവാണ്. രണ്ടാമത്തെ സുഭാഷിതം. ഷഡ് ദോഷാഹ പുരുഷേണേഹ ഹാതവ്യ ഭൂതിമിച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പോയോ സുഭാഷിതം എന്തായാലും ആദ്യം പറഞ്ഞു, അതിന് അന്വയമുണ്ട്. അതിനു മുമ്പ് അത് പദച്ഛേദം നമുക്ക് നോക്കാം. പദങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നോക്കിയോളൂ. ഷഡ് ദോഷാഹ പുരുഷേണ ഇഹ ഹാതവ്യാഹ ഭൂതിം ഇച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം. ഷഡ്ദോഷാഹ പുരുഷേണേഹ ഹാതവ്യ ഭൂതിമിച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. ഇപ്പോൾ ഷഡ്ദോഷാഹ പുരുഷേണ ഇഹ ഹാതവ്യ ഭൂതിം ഇച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. ഇനി ഇതിന് പ്രോസ് ഓർഡർ പറഞ്ഞു തന്നില്ലേ, അന്വയ. അതിൻ്റെ അന്വയം എങ്ങനെ വരും നോക്കൂ. ഇഹ ഭൂതിമിച്ഛത പുരുഷേണ നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത ഏതേ ഷഡ്ദോഷാഹ ഹാതവ്യാഹ. ഈ പറയുന്ന എല്ലാ ദോഷങ്ങളും ഹാതവ്യ. ഇനി നമുക്ക് അതിൻ്റെ നോക്കാം. ആദ്യം പറഞ്ഞത് ഇഹ ഭൂതിമിച്ഛത. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ. ഇഹ ഭൂതിം ഇച്ഛത. ഭൂതിമിച്ഛത എങ്ങനെ പിരിച്ചു പറയാം? ഭൂതിമിച്ഛത എങ്ങനെ പറയും? ഭൂതിം പ്ലസ് ഇച്ഛത. ഭൂതിമിച്ഛത. എന്താണ് ഭൂതി എന്ന് പറഞ്ഞാൽ? ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയാം. ഭൂതിം അത് ദ്വിതീയ ഏകവചനമാണ്. ഭൂതിയെ, ഐശ്വര്യത്തെ. മനസ്സിലായില്ലേ? ഭൂതിം ഇച്ഛത, ഭൂതിയെ ആഗ്രഹിച്ച. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. ഈ ഭൂതിയെ, ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്ന. അപ്പം ഇഹ ഭൂതിം ഇച്ഛത പുരുഷനാൽ. പുരുഷൻ ആരാണ്? പുരുഷ എന്ന് പറഞ്ഞാൽ പേഴ്സൺ എന്നുള്ള അർത്ഥമാണ്. ഇപ്പം ആണാണോ അങ്ങനൊന്നുമില്ല. പേഴ്സൺ. പുരുഷേണ ഏത് വിഭക്തിയാണ്? പുരുഷാഭ്യാം പുരുഷൈഹി. ഇത് ഏത് വിഭക്തിയായിട്ട് വരും? തൃതീയാണ്. തൃതീയ ആൽ, പുരുഷനാൽ. മനസ്സിലായില്ലേ? പുരുഷനാൽ എന്നുള്ള അർത്ഥം. പുരുഷേണൻ്റെ ഇത് തൃതീയ ഏകവചനം പുരുഷേണ, ദ്വിവചനം പുരുഷാഭ്യാം, ബഹുവചനം പുരുഷൈഹി. അത് പുല്ലിംഗ ശബ്ദമാണ് അല്ലേ. പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇഹ ഭൂതിമിച്ഛത പുരുഷേണ. ഇവിടെ ഭൂതിയെ ആഗ്രഹിക്കുന്ന, അതായത് ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്ന പുരുഷനാൽ ഏതൊക്കെയാണ്? നിദ്ര എന്താണ്? എപ്പോഴും ഉറങ്ങിയിരിക്കുക, എപ്പോഴും ഉറക്കമാണ്. ചില കണ്ടില്ല ഏക സമയം ഉറക്കം. പിന്നെയോ തന്ത്ര എന്ന് പറഞ്ഞാൽ തന്ത്രം മെനഞ്ഞെടുക്കുക. എന്തിന് തന്ത്രം മെനയുന്നത്? അത് പിന്നെ അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയം, പേടി. ക്രോധ ദേഷ്യം. ആലസ്യം, മടി. ദീർഘസൂത്രത എന്ന് പറഞ്ഞാൽ എല്ലാം വൈകിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു വിമുഖത ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ഷഡ് ദോഷാഹ. ഷഡ് എന്ന് പറഞ്ഞാൽ എത്ര? 6 ആണ്. ഷഡ് ദോഷാഹ. ഈ ഷഡ് ദോഷാഹ ഹാതവ്യാഹ കളയണം. ആരാണ്? പുരുഷൻ.
അപ്പോൾ ഇനി നോക്കിക്കോളൂ, അതിനകത്ത് ഭാവാർത്ഥം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. അസ്മാസു നിദ്രാദയഃ ഷഡ്ദോഷാഃ ഭവന്തി. അസ്മാസു, അസ്മാസു എന്ന് പറഞ്ഞാൽ എന്താ? അസ്മത് ശബ്ദമാണ്, സപ്തമി ബഹുവചനമാണ്. അസ്മത്, അസ്മാസു, അസ്മാസു. അസ്മത് ശബ്ദഃ, അസ്മത് ശബ്ദഃ സപ്തമി ബഹുവചനം. അപ്പം ബാക്കി എങ്ങനെ വരും? ഏകവചനവും ദ്വിവചനവും എങ്ങനെയാണ് വരുന്നത്? മയി, മയി, ആവയോഹോ, ആവയോഹോ, അസ്മാസു. മയി ആവയോഹോ അസ്മാസു എന്നാണ്. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ, ആവയോഹോ ഞങ്ങൾ രണ്ടുപേരിൽ, അസ്മാസു എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ എന്നുള്ള. അപ്പം അസ്മ ശബ്ദമാണ്. അപ്പം അസ്മാസു ഞങ്ങളിൽ, നിദ്രാദയഃ ഷഡ്ദോഷാഃ ഭവന്തി. നിദ്രാദയഃ നിദ്ര ആദിയായവ തുടങ്ങിയ, നിദ്രാദയഃ നിദ്ര തുടങ്ങിയ, ഷഡ്ദോഷാഃ 6 ദോഷങ്ങൾ ഭവന്തി ഉണ്ട്. ഭവതി ഭവതഃ ഭവന്തി ഭൂധാതുവിൻ്റെ പരസ്മൈപതിയാണ്, ലട്ടാണ്. ലട്ട് ഷോസ് പ്രസന്റ് ടെൻസ്. ഏതേ അസ്മാകം ഐശ്വര്യസ്യ ഉന്നതേശ്ച അവരോധകാഃ ഭവന്തി. ഏതേ, ഏതേ എന്ന് പറഞ്ഞാൽ എന്താ? ഏതേ നിങ്ങൾ ഏതത് ശബ്ദമുണ്ട്. ഏതത് ശബ്ദം പറഞ്ഞാൽ അതിൽ പുല്ലിംഗ, സ്ത്രീലിംഗം, നപുംസകലിംഗം ഉണ്ട്. ഇവിടെ ഏതേ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. ഏഷഃ ഏതൗ ഏതേ, അത് പ്രഥമാ വിഭക്തിയാണ്. ഏഷഃ ഇത്, ഏഷഃ ഏതൗ ഏതേ. ഏഷഃ ബാലഃ എന്ന് പറഞ്ഞാൽ ഏഷഃ ബാലഃ, ഏതേ ബാലാഃ. മനസ്സിലായി? ഇനി സ്ത്രീലിംഗം വരുമ്പോൾ എങ്ങനെ വരും? ഏഷാ, ഏതേ, ഏതാഹ, ഏഷാ ബാലിക, ഏതാഹ ബാലികാഹ. ഇനി നപുംസകലിംഗമാണെങ്കിലോ ഏതത്, ഏതേ, ഏതാനി. ഏതത് പുസ്തകം. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പോൾ ഏഷഃ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഏഷഃ ഏതേ ഏഷകല്ല വന്ന് ഏതേ, അതിൻ്റെ ബഹുവചനം. ഏതേ അസ്മാകം ഐശ്വര്യസ്യ. ഏതേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏതൊക്കെയാണ്? ഷഡ്ദോഷ, ഷഡ് അതെല്ലാം. അസ്മാകം ഐശ്വര്യസ്യ, അസ്മാകം അതും അസ്മത് ശബ്ദമാണ്. അസ്മത് ശബ്ദം ഇപ്പം പറഞ്ഞില്ലേ, സപ്തമി പറഞ്ഞില്ലേ. അസ്മാകം വരുന്നത് എങ്ങനെ? ഷഷ്ടിയാണ്. അത് മമ ആവയോഹോ, ആവയോഹോ അസ്മാകം, അസ്മാകം. ഇത് ഷഷ്ടി, ഇത് ഷഷ്ടി, ഇത് സപ്തമി. മനസ്സിലായില്ലേ? ഷഷ്ടിയുടെ അർത്ഥം എന്താ? മമ എന്നത് എൻ്റെ, എൻ്റെ. അപ്പം മമ ആവയോഹോ അസ്മാകം, അസ്മാകം ഐശ്വര്യസ്യ നമ്മളുടെ, ഞങ്ങളുടെ, ഐശ്വര്യസ്യ ഷഷ്ടി ഏകവചനം ഐശ്വര്യത്തിൻ്റെ, ഉന്നതേഷ്ട ഐശ്വര്യം മാത്രമല്ല ഉന്നതേഷ്ട, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉന്നതി, ഉയർച്ച, അഭിവൃദ്ധി, പ്രോഗ്രസ്. ഉന്നതേശ്ച ഉന്നതേഹേ പ്ലസ് ച ഉന്നതിക്കും അവരോധകാഹ ഭവന്തി. അവരോധകാഹ ഭവന്തി. അവരോധം എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുന്നതാണ്, തടസ്സപ്പെടുത്തുക. അവരോധകാഹ ഭവന്തി, തടസ്സപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഈ ഷഡ് ദോഷാഹ. അതഃ സോ അതുകൊണ്ട്, യദി മാനവാഹ സ്വജീവനെ ധനികഃ വിദ്വാൻ വാ ഭവിതുമിച്ഛതി ഐശ്വര്യം വൈഭവം ച പ്രാപ്തും വാഞ്ചതി തർഹി സഹ അതിനിദ്രാം തന്ത്രാം ഭീതിം ക്രോധം ആലസ്യം വിളംബേന കാര്യകാരണസ്യ പ്രവൃത്തിം ച ഏതാൻ ഷഡ് ദോഷാൻ പരിത്യജേത്. ഏതാൻ ഷഡ് ദോഷാൻ, ഷഡ് ദോഷൻ 6 ദോഷങ്ങൾ പരിത്യജേത്. എന്ത് ചെയ്യണം? നമ്മൾ കളയണം, ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നൊക്കെ പറയാം. ഏതേ ഷഡ് ദോഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? കിമർത്ഥം? യതി ധനികഃ, യതി, യതി എന്നൊരു ഒരു അവ്യയമാണ്. ഇപ്പം യതി വരുമ്പം തർഹിയും വരും. എന്താണ് യതി തർഹി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. യതി വൈദ്യുതി സ്യാത് തർഹി യന്ത്രം ചലയത്. യതി വൈദ്യുതി, യതി എന്ന് പറഞ്ഞാൽ ഈഫ് എന്നുള്ള അർത്ഥമാണ്. വൈദ്യുതി ഉണ്ടെങ്കിൽ, എങ്കിൽ വന്നപ്പോൾ തർഹിയായി. യന്ത്രം ചലിക്കും. യന്ത്രം എന്ന് പറഞ്ഞാൽ മെഷീനുകളെല്ലാം ചലിക്കും. അപ്പോൾ യതി തർഹി മനസ്സിലായില്ലേ? യതി വൈദ്യുതി തർഹി യന്ത്രം ചലയത്. അതുപോലെ ഇവിടെ യതി മാനവഃ, മാനവഃ മനുഷ്യഃ, നരഃ മർത്യഃ മനുജഃ. യതി മാനവഃ സ്വജീവനെ, സ്വജീവനെ ധനികഃ
തൻ്റെ ജീവിതത്തിൽ ധനികനാവണം, വിദ്വാനാവണം, ഭവിതം വിദ്വാനോ ധനികനോ ആവണമെന്ന് ഭവിതം ഇച്ഛതി ഇഷ് ധാതുവാണ്, ലട്ടാണ് പ്രസന്റ് ടെൻസ്. ഇച്ഛതഃ ഇച്ഛന്തി പ്രഥമ പുരുഷ ഏകവചനമാണ്, ആഗ്രഹിക്കുന്നു. യദി വിദ്വാൻ ധനികഃ വ ഭവിതും തുമിന്നന്തമാണ്. തുമിൻ എന്നൊരു പ്രത്യയം ചേർത്തപ്പോൾ ഭവിതും ആകുവാൻ, ഭവിക്കുവാൻ എന്നുള്ള അർത്ഥത്തിൽ. ഇച്ഛതി ആഗ്രഹിക്കുന്നു എങ്കിൽ ഐശ്വര്യം വൈഭവം ച പ്രാപ്തും, അതുപോലെ ഐശ്വര്യം വൈഭവം എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള അവസ്ഥ, വൈഭവം ച പ്രാപ്തും അതും ഒരു തുമിന്നന്തമാണ്. തുമിൻ പ്രാപ്തും പ്രാപിക്കുവാൻ. വാഞ്ചതി ആഗ്രഹിക്കുന്നു, തർഹി എങ്കിൽ, വാഞ്ചതി ഡിസയേഴ്സ് ആഗ്രഹിക്കുന്നു എങ്കിൽ സഹ എന്തൊക്കെ ചെയ്യണം? അതിനിദ്ര എന്ന് ഏത് സമയം ഉറക്കമുണ്ടല്ലോ, അവരാണ് അതിനിദ്ര കളയുക, തന്ത്ര മാറ്റുക, ഭീതി ഇല്ലാതാക്കുക, ക്രോധം ആലസ്യം മടി, വിളംബേന കാര്യകാരണസ്യ പ്രവൃത്തിം ച, വിളംബം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘസൂത്രതയുടെ കാര്യമാണ് പറയുന്നത്. ഏതാൻ ഷഡ്ദോഷാൻ പരിത്യജേതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പുരുഷേണ കതി ദോഷാഹ ഹാതവ്യാഹ, എത്ര ദോഷങ്ങളാണ് കളയേണ്ടുന്നത്? ഷഡ്ദോഷാഹ അല്ലേ. ഇനി അതുപോലെ തന്നെ പുരുഷേണ കേ ദോഷാഹ ഹാതവ്യാഹ, ഏതൊക്കെ ദോഷങ്ങളാണ് കളയേണ്ടുന്നത്? നിദ്ര, തന്ത്ര, ഭയം, ക്രോധ, ആലസ്യം, ദീർഘസൂത്രത, ഇത്ര. അപ്പോൾ നമുക്ക് നോക്കുള്ളൂ, നിദ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്നും ചെയ്യാതെ ചുമ്മാ എപ്പോഴും ഉറങ്ങുവാണ്. രാവിലെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മമാർ എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ കിടക്കാം. അപ്പം ആ നിദ്ര, ഉറക്കം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങുന്ന ഒരവസ്ഥ. അതുപോലെ തന്ത്ര, ഇപ്പോൾ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ പിന്നെ ഹോംവർക്ക് ചെയ്യാത്തപ്പോഴത്തേക്ക് അതിന് പല കാരണങ്ങൾ പല പറയും. അങ്ങനെ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു തന്ത്രപരമായി മാറുക, അതാണ് തന്ത്ര. അടുത്തത് ഭയമാണ്, എല്ലാത്തിനും ഭയമാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, ഇവിടെ നിൽക്കാൻ വയ്യ, ഭയം, എല്ലാത്തിനും ഒരു ഭയം. പിന്നെ ക്രോധം എന്താണ്? ദേഷ്യമാണ്. ദേഷ്യം വന്നാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളാകും. ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം എല്ലാത്തിനും കാരണമാണ്. അത് ശരീരത്തിൻ്റെ അസുഖങ്ങൾ വരെ വരുത്താൻ സാധിക്കുന്ന ഒന്നാണ് ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ ക്രോധം പണ്ട് ഇതിൽ പറയാം, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലസ്യം, മടി പിടിച്ചിരിക്കുക, ഒന്നും ചെയ്യാതെ എപ്പോഴും മടി പിടിച്ചിരിക്കുക. അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാം, മടി പിടിച്ചിരിക്കുക. അതുപോലെ അടുത്തതാണ് ഏറ്റവും ദീർഘസൂത്രത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാതെ അത് നാളെ ചെയ്യാം. അപ്പം നാളെ അവൻ വീണ്ടും പറയും പിന്നീടാവട്ടെ, ഇങ്ങനെ അത് താമസം ഉണ്ടാക്കിയെടുക്കുക, എല്ലാത്തിനും ഒരു താമസം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ദീർഘസൂത്രത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഷഡ്ദോഷാഹ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ പിന്നെ അതിൻ്റെ, അതായത് ഈ ശ്ലോകത്തിൻ്റെ ഇതായി. ഇനിയുണ്ട്, രണ്ടാമത്തേതായതേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ പിന്നെ സുഭാഷിതമാണ്. മൂന്നാമത്തെ സുഭാഷിതം നോക്കിക്കൂ. അദ്ഭിർഗാത്രാണി ശുദ്ധ്യന്തി മനഃസത്യേന ശുദ്ധ്യതി, വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർ ജ്ഞാനേന ശുദ്ധ്യതി. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 17 ആണ്. അദ്ഭിഹി ഗാത്രാണി ശുദ്ധ്യന്തി മന സത്യേന ശുദ്ധ്യതി, വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധി ജ്ഞാനേന ശുദ്ധ്യതി. ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസ് ഓർഡർ അല്ലെങ്കിൽ അന്വയ നോക്കാം. ഗാത്രാണി അദ്ഭിഹി ശുദ്ധ്യന്തി. ഗാത്രാണി, ഗാത്രം, ഗാത്രേ, ഗാത്രാണി, അത് നപുംസകലിംഗമാണ്. ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. നമ്മൾ ആദ്യത്തിൽ പഠിച്ച വപുഷ എന്നൊരു വാക്ക് പഠിച്ചില്ലേ? വകാരേഹി, കുറേ വകാരങ്ങൾ പറഞ്ഞു. അപ്പം വപുഷ അതെന്താ? അതും ശരീരം, ബോഡി, അത് തൃതീയയാണ്. ഇവിടെ ഗാത്രാണി എന്താണ്? ഗാത്രം, ഗാത്രേ, ഗാത്രാണി പ്രഥമ ബഹുവചനവും വരും, ദ്വിതീയ ബഹുവചനവും വരും. ഇവിടെ ഗാത്രാണി അദ്ഭിഹി ശുദ്ധ്യന്തി, ഗാത്രത്തെ ദ്വിതീയ. അദ്ഭിഹി ശുദ്ധ്യതി, അദ്ഭി എന്താ? അദ്ഭി ജലത്താൽ, അവിടെ അതിൻ്റെ തൃതീയ ബഹുവചനമാണ്. അദ്ഭിഹി ജലത്താൽ. അദ്ഭിഹി ശുദ്ധ്യന്തി, ശുദ്ധ്യതഃ ശുദ്ധ്യന്തി ബഹുവചനമാണ്. പ്രഥമ പുരുഷ ബഹുവചനം, ശുദ്ധീകരിക്കുന്നു.
മനഃ സത്യേന ശുദ്ധിരി, മനഃ മനസ് മൈൻഡ് എന്ത് ചെയ്യുന്നു, സത്യേന സത്യത്താൽ ശുദ്ധീകരിക്കുന്നു. ഭൂതാത്മാ വിദ്യാ തപോഭ്യാം ശുദ്ധ്യതി. ഭൂതാത്മാ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനെയാണ്, ആത്മാവ് പ്രാണനെയാണ്. ഭൂതാത്മാ വിദ്യാ തപോഭ്യാം, വിദ്യ കൊണ്ടും, തപോഭ്യാം തപസ്സെന്ന് പറഞ്ഞാൽ എന്താ, ചുമ്മാ ചെന്ന് മഹർഷിമാർ തപസ്സരിക്കുമ്പോൾ തപസ്സരിക്കുക അനുഷ്ഠിക്കുകയല്ല. നമ്മളൊരു കാര്യം എടുത്തു, പഠിക്കാനെടുത്തു, ഇത് ഞാൻ ഇന്ന് പഠിച്ച് തീർന്നിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ അത് പഠിച്ചിട്ടേ ബാക്കി എന്തും ചെയ്യും, അതൊരു തപസ്സാണ്. അപ്പോൾ പരിശ്രമമാണ് അവിടെ തപസ്സെന്ന് പറയുന്നത്, അല്ലാതെ മറ്റേ തപസ്സല്ല. തപോഭ്യാം ശുദ്ധ്യതി, തപസ് കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ബുദ്ധി ജ്ഞാനേന ശുദ്ധ്യതി. ഇനി ബുദ്ധി അങ്ങനെയാണ്, ജ്ഞാനത്താൽ ശുദ്ധമാക്കുന്നു. പിന്നെ ഭാവാർത്ഥം നോക്കുമ്പോൾ അവസാനം ഞാൻ കറക്റ്റ് മീനിങ് പറയാം. ഭാവാർത്ഥം നോക്കിയുള്ളൂ. പ്രതിദിനം സ്നാനേന മാനവസ്യ ശരീരം സ്വച്ഛം ഭവതി. പ്രതിദിനം ഡെയിലി ദിനം പ്രതി എന്ത് ചെയ്യുന്നു, മാനവസ്യ ശരീരം സ്വച്ഛം ഭവതി. മാനവസ്യ മനുഷ്യരുടെ ശരീരം സ്വച്ഛം ഭവതി എന്ന് വെച്ചാൽ സ്വച്ഛമാകുന്നു, പ്യുവറാകുന്നു. എങ്ങനെ? പ്രതിദിനം സ്നാനേന. സ്നാനേന ഏത് വിഭക്തിയാണ്? തൃതീയ ഏകവചനം. സ്നാനത്താൽ, ഇവിടെ കൂടുതലും വന്ന തൃതീയ വിഭക്തിയാണ്. സ്നാനത്താൽ മനുഷ്യരുടെ ശരീരം ശുദ്ധമാകുന്നു. പിന്നെയോ സത്യേന മനഃ പവിത്രം ഭവതി. സത്യേന മനഃ കഥം പവിത്രം ഭവതി. മനസ്സ് എങ്ങനെയാണ് പവിത്രമാകുന്നത്? പവിത്രം എന്ന് പറഞ്ഞാൽ പ്യുവറാകുക. എങ്ങനെയാണ്? സത്യേന, സത്യകഥനേന. സത്യേന എന്നൊരു തൃതീയ ഏകവചനം. സത്യത്താൽ, സത്യം പറയുന്നതിലൂടെ മനസ്സ് പരിശുദ്ധമാകുന്നു. പിന്നെ സത്യകഥനേന മനസ്സി ദ്വന്ദ്വ ഭീതി ച ഭവതി. സത്യകഥനേന, കഥനം എന്ന് പറഞ്ഞാൽ പറച്ചിൽ, സത്യം പറയുന്നതിലൂടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു, മനസ്സിൽ ദ്വന്ദ്വ ഭീതി, ദ്വിവിധ ഭീതി വരുന്നു. നിത്യം വിദ്യാഭ്യാസേന പരിശ്രമേണ ച ജീവസ്യ ശുദ്ധി ഭവതി. നിത്യം വിദ്യാഭ്യാസേന, ഡെയിലി വിദ്യാഭ്യാസേന, അതും തൃതീയ ഏകവചനമാണ്. വിദ്യാഭ്യാസത്തിലൂടെ പരിശ്രമം എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ തപഹ ച ജീവസ്യ ബുദ്ധി ഭവതി. ജീവന്റെ ശുദ്ധി ഭവതി, ശുദ്ധി ഉണ്ടാകുന്നു. ജ്ഞാനേന ച ബുദ്ധി നിർമ്മലാ ഭവതി. ജ്ഞാനം കിട്ടുമ്പോൾ, ജ്ഞാനേന അവിടെ തൃതീയ ഏകവചനമാണ്. ജ്ഞാനേന ച ബുദ്ധി നിർമ്മലാ ഭവതി. ബുദ്ധി എങ്ങനെ ആകുന്നു? നിർമ്മലയായിത്തീരുന്നു. നിർമ്മല എന്ന് പറഞ്ഞാൽ പവിത്രം, പരിശുദ്ധം, പ്യുവർ. അതഹ സോ മനുഷ്യ നിത്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം മനുഷ്യൻ? നിത്യം സ്നാനം, സത്യകഥനം, വിദ്യാഭ്യാസം, പരിശ്രമം, ജ്ഞാനാർജനം ച കുര്യാത്. ഇത്രയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ശരീരത്തിലെ നമ്മുടെ സ്നാനം ചെയ്യണം എന്ന് പറഞ്ഞു. ശരീരത്തിലെ ഓരോ അവയവവും ജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. എന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്, ശരീരം. അത് കഴിഞ്ഞിട്ട് മനസ്സിൻ്റെ കാര്യം പറഞ്ഞു. മനസ്സ് എന്താ? സത്യം കൊണ്ട് ശുദ്ധമാക്കണം എന്ന് പറഞ്ഞു. ഒരിക്കലും മനസ്സിൽ കളങ്കം സൂക്ഷിക്കാൻ പാടില്ല എന്നാണ്, അല്ലേ? മനസ്സിലെ അതുപോലെ അടുത്ത മനസ്സിലെ കോപം അവയവങ്ങളിലേക്ക് പടരുകയും അതെന്ത് ചെയ്യും? അത് വലിയ വലിയ വിപത്തുകൾ ഉണ്ടാക്കാനും ആരെങ്കിലും ആരോട് ദേഷ്യപ്പെടുക, ഏത് സമയം ദേഷ്യപ്പെടുക. അപ്പോൾ ദേഷ്യം അധികം പാടില്ല എന്നാണ്. ദേഷ്യപ്പെട്ട അത് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ തപസ് കൊണ്ടും വിദ്യ ആർജിച്ചും ആത്മാവിനെ ശുദ്ധമാക്കണമാണ്. തപസ് നേരത്തെ പറഞ്ഞ പരിശ്രമം, വിദ്യ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കണം എന്നാണ്. പിന്നെ ബുദ്ധിർ ജ്ഞാനേന ശുദ്ധതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ജ്ഞാനത്തെ, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അറിവിനെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവാണ്, ആ അറിവിനെ വളർത്തുക എന്നാണ്. ആ അറിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നല്ലതേത്, ചീത്ത ഏത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അറിവ് ഉപയോഗിച്ചാണ് നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത്. പിന്നെ പറഞ്ഞില്ലേ സുഭാഷിതങ്ങൾ, എന്ത് ബോധയതി എന്ന് പറഞ്ഞില്ലേ, കിം കർത്തവ്യം കിം ന കർത്തവ്യം. അപ്പോൾ അങ്ങനെയല്ല, മനസ്സിലാക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, അറിവ് വേണം. മനസ്സിലായില്ല? അപ്പോൾ 2 എണ്ണം ഇന്ന് പഠിപ്പിച്ചു. 2ഉം നിങ്ങൾ ഇനി കുറേ കൂടെ ഉണ്ട് സുഭാഷിതങ്ങൾ, അതിനകത്ത് കൂടുതലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.